എടാ ഇട്ടു ഒന്ന് പറഞ്ഞാ ഇതിവിടെ എക്സ് കൊടുക്കുക, LHS-ലും കൊടുക്കുക, RS-ലും കൊടുക്കുക. അപ്പോൾ എക്സ് കൊടുക്കണ്ടേ? അത് ശരിയാണല്ലോ. അതാ പറഞ്ഞത് ഫുള്ള് കാണാപ്പടം പഠിക്കരുത്. ഒന്ന് പോണായിരുന്നു, ഇതൊന്നും പഠിക്കണം പോയെ. ഓ പെണങ്ങല്ലിട്ടു. അടുത്ത മാറി. ഹലോ, എൻ്റെ പൊന്ന് ശങ്കര, ചോട്ടാപ്പിയും പാട്ടത്തിലേക്കാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിയിട്ട് അയച്ചുതരാം. എടാ എനിക്ക് നാളെ പരീക്ഷയുള്ളതാ, വീട്ടിൽ മുട്ട സീനാ. അതല്ലടാ, എക്സാമിന് വേണ്ടി തന്നെയാ. നാളെ ഞാനും കുഞ്ഞുഞ്ഞും എക്സാം എഴുതുന്നുണ്ട്. പുകവണ്ടി എഴുതുന്നുണ്ടോ? നിങ്ങളിപ്പോ എവിടെ? ഞാനൊട്ടും ക്ലാസ്സിലുണ്ട്. ശരി, മറ്റേ ക്ലാസ്സിലുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇട്ടുടാ, ഈ പരീക്ഷ എങ്ങനെയും പാസ്സാവണം. അത് പാരൊക്കെ വന്നിട്ടായാലും. അതെന്താടാ നിനക്ക് പരീക്ഷേനോട് ഇത്ര സ്നേഹം? ഹലോ, അറിയോ നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ. അല്ല, നീ എന്താ ഇവിടെ? ഞാനിവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്തു. നീ എന്ത് ചെയ്യുന്നു? അല്ല, ഞാൻ പഠിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെറിയ രീതിയിൽ പൊറോട്ട ബിസിനസ്സൊക്കെ ആയിട്ടേ. ബിടെക് കഴിഞ്ഞിട്ട് പൊറാട്ട ബിസിനസ്സോ? അല്ല, പഠിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. അല്ല, നിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യണേ? ഹസ് US-ലാ സോഫ്റ്റ്വെയർ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യാ. മോനെ LKG-യില. നീ ഇപ്പൊ PhD ആണോ ചെയ്യുന്നത്? അല്ലാതെ 1-2 പേപ്പർ കൊണ്ട് കിട്ടാനുണ്ട്. അധികമൊന്നുമില്ല, ഒരു 2-3 എടാ കഷ്ടണ്ട് കേട്ടോ. ഇപ്പൊ ഇതുവരെ ബിടെക് പാസ്സായിട്ടില്ല. അല്ല, മെയിൻ പ്രോബ്ലം IMT ആണ് പ്രശ്നം. ഈശ്വര, 3 വട്ടം എഴുതിയിട്ടും പൊട്ടിയോ നീ? അല്ല, ഇന്റേണൽ മാർക്ക് കുറവായതുകൊണ്ടാ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 4 തവണ എഴുതിയിട്ടും പൊട്ടിയ പിന്നെയും ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും. അന്ന് നീ എന്നെ പ്രപ്പോസൽ ചെയ്ത് ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് ഞാൻ എസ് പറയണമെന്ന് വിചാരിച്ചിരുന്നു മനസ്സിൽ. പക്ഷെ ഇപ്പൊ തോന്നുന്നു പറയാത്ത നന്നായി. അവിടെ അവളുടെ ക്ലാസ്സിലെങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ എന്താണ് ആലോചിക്കാൻ പറ്റില്ല. ഈ എക്സാമിനോട് തോറ്റ് കഴിഞ്ഞാൽ എൻ്റെ കോളേജിലേക്ക് ഇതോടുകൂടി തീരും. എടാ ഇട്ടു, എന്തെങ്കിലും ഒരു വഴി പറയടാ. ഒരു വഴിയില്ല.